സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. പെൻഷൻ പരിഷ്കരണ അട്ടിമറിക്കെതിരെയും ക്ഷാമാശ്വാസ കുടിശ്ശിക നിഷേധത്തിനെതിരെയുമാണ് മാർച്ച് നടത്തിയത്. 5 വർഷ പെൻഷൻ പരിഷ്കരണ അട്ടിമറിക്കെതിരെയും പ്രഖ്യാപിക്കപ്പെട്ട ക്ഷാമാശ്വാസ കുടിശ്ശിക നിഷേധത്തിനെതിരെയുമാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കെ സമ്പത് കുമാർ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. 19-ാം തീയതി നടത്തിയ ബഡ്ജറ്റിന് മുന്നോടിയായി വി ഡി സതീശൻ അവതരിപ്പിച്ച ധവളപത്രത്തിൽ നമ്മൾ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത 5 വർഷം കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണം അത് അട്ടിമറിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സമീപനമാണ് അദ്ദേഹം എടുത്തത്. കേരളത്തിൽ എന്നെല്ലാം UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം കേരളത്തിലെ പെൻഷൻകാരെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഒരു സമീപനമാണ് നടത്തിയിട്ടുള്ളത് എന്ന് നമ്മുടെ മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ച് ഇത്തരം പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ സംസ്ഥാന തലത്തിൽ കേരളത്തിലെ പെൻഷൻകാർ മറ്റ് 13 ജില്ലകളിൽ ഇത്തരം പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അദ്ദേഹം NGO അസോസിയേഷന്റെ ഒരു സമ്മേളനത്തിൽ പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഒരു വിസ്മയം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വിസ്മയം ഏത് വിധത്തിലാണ് എന്നുള്ളതിന്റെ തെളിവാണ് കേരളത്തിലെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും 5 ആണ്ട് കൂടുമ്പോഴുള്ള പെൻഷൻ പരിഷ്കരണം നടത്താനുള്ള ആ ആർജവം, ആ നടപടി നിർത്തലാക്കിക്കൊണ്ട് 10 വർഷത്തിൽ ഒരിക്കൽ ശമ്പള പരിഷ്കരണം നടത്തും എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. നിലവിലുള്ള ശമ്പള കമ്മീഷന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. KSSPU കൊല്ലം ജില്ലാ പ്രസിഡന്റ് P ചന്ദ്രശേഖരപിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ G സദാനന്ദൻ, V ഗിരിജാദേവി, M ഭാസി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ G ചെല്ലപ്പനാചാരി, KK ശിവശങ്കരപിള്ള, K രാജൻ, മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ, N രാജശേഖരൻ ഉണ്ണിത്താൻ, K സുസമ്മ, S പ്രേംകുമാർ, ആരിഫ ബീവി, ട്രഷറർ V സലിം ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.